ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ് യു ടാങ്കറിൻസ് എന്ന ഒരു സൗത്ത് കൊറിയൻ ഡ്രാമയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നായികയായിട്ടുള്ള ഏസണും നായകനായിട്ടുള്ള വൻസിക്കിന്റെയും ഇടയിലുള്ള ആ ഒരു ബോണ്ടും ആരോരുമില്ലാത്ത നമ്മുടെ ഏസണ് വൻസിക്കന്നെ ഒരു താങ്ങും തണലായിട്ട് നിൽക്കുന്നതും അവൾ അത്രമാത്രം ടേക്ക് കെയർ ചെയ്യണതൊക്കെ നമ്മൾ കണ്ടതാണ്. അതേസമയത്ത് തന്നെ അവളുടെ സ്റ്റെപ്പ് ഫാദർ പറഞ്ഞ പോലെ സിയോളിലേക്ക് ചെന്ന് അവിടെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവളാകട്ടെ വളരെ കഷ്ടപ്പെട്ട് വൻസിക്കിന്റെ തൊട്ടപ്പുറത്തിരുന്നിട്ട് കാബേജസ് ഒക്കെ വിറ്റ് ഇങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി ഇവര് രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ലെന്നും രണ്ടുപേരും ഡിഫറെന്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നേന്നൊക്കെ പറഞ്ഞ് ഗ്വൻസിക്കിന്റെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. ഇങ്ങനെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ മുത്തശ്ശി പറഞ്ഞതൊക്കെ കേട്ട് വിഷമവും സങ്കടമൊക്കെ വന്നിട്ട് ഒരു സ്ഥലത്ത് മാറിപ്പോയിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഏസന്റെ അടുത്തേക്ക് ഗ്വൻസിക്ക് വന്ന് അവളിപ്പോ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഒരു ബേബിയെ നമ്മൾ എങ്ങനെ നോക്കും അതുപോലെ ഈവൻ അവളുടെ ഷൂസ് പോലും അവൻ മര്യാദയ്ക്ക് ഇപ്പൊ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവളെയും വിളിച്ചിട്ട് ഇന്നത്തെയും പോലെ തന്നെ ഒരുമിച്ച് അവരെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തനിക്കൊരിക്കലും ഗ്വൻസിക്കിനെ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹമില്ലെന്ന് ഇപ്പൊ ഏസൻ പറയുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ അവളുടെ അമ്മയും പപ്പയും ഈ ഒരു ജെജു ഐലൻഡിൽ വെച്ചിട്ടാണ് മരിച്ചതെന്നും ഈ ഒരു ഐലൻഡിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലെന്നും മറിച്ച് മെയിൻലാൻഡ് ആയിട്ടുള്ള സിയോളിലേക്ക് ചെന്ന് അവിടെ ഏതെങ്കിലും ആൾക്കാരെ കല്യാണം കഴിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും ഇപ്പൊ അവൾ പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഗ്വൻസിക്ക് കേട്ടിട്ടും അവളോട് ഒരു അക്ഷരം പോലും തിരിച്ചു പറയാതെ ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നത് കാണുമ്പോൾ നീ എന്താണ് ഇങ്ങനെ മിണ്ടാതെ വായും പൂട്ടി നടക്കുന്നതെന്ന് ഏസൻ ദേഷ്യത്തോടെ തന്നെ അവനോട് ചോദിക്കുമ്പോൾ എന്റെ പോക്കറ്റിൽ നിന്ന് കൈ എടുക്കാനായിട്ട് ഇപ്പോ അവൻ ഏസനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴാണ് ഇത്ര നേരം ഏസൻ സംസാരിച്ചപ്പോഴൊക്കെ അവളുടെ കൈ അവന്റെ പോക്കറ്റിലായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഓക്വേർഡായിട്ട് തോന്നിയിട്ടാണ് അവൻ ഇത്ര നേരം ഒന്നും മിണ്ടാതെ ഇരുന്നത്. അങ്ങനെ പിന്നീട് അവർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് യെല്ലോ ഫ്ലവേഴ്സിന്റെ ഒരു ഫീൽഡിൽ കൂടെ നടക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നീ എന്തിനാണ് എന്നെ ഒരു കുട്ടീനെ പോലെ നോക്കുന്നതെന്നും അത് നിനക്ക് എന്നോടുള്ള സഹതാപമല്ലേ, ആ സഹതാപത്തോണ്ടല്ലേ നീ എനിക്ക് ഫുഡും ഫിഷൊക്കെ ഫ്രീ ആയിട്ട് കൊണ്ടുതരുന്നതെന്നും അവള് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ഗ്വൻസിക്ക് ആകട്ടെ ഇപ്പൊ പോക്കറ്റിലുണ്ടായിരുന്ന അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് നിന്നെ ഞാൻ നോക്കുന്നതും ടേക്ക് കെയർ ചെയ്യുന്നതും ഒരിക്കലും സഹതാപത്തോണ്ടല്ലെന്നും നിന്നെ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ഏസൻ വളരെ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ലെന്നും പെട്ടെന്ന് നിന്റെ ലിപ്സ് കണ്ട് അത് ഭയങ്കര ഷൈനി ആയി തോന്നിയപ്പോ പറ്റിപ്പോയതാണെന്നും ഇപ്പോ ഗ്വൻസിക്ക് പറയുമ്പോൾ അത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതുകൊണ്ടാണെന്നും എനിക്ക് 14 വയസ്സായപ്പോ മുതൽ ഇതിനു വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നും പറഞ്ഞിട്ട് ഇപ്പോ അവര് രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഫസ്റ്റ് കിസിന്റെ ഓക്വേർഡ്നെസ് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഏസൻ തിരിച്ച് ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇവൾക്ക് ഇത് എന്ത് പറ്റി വട്ടായി പോയോ എന്നുള്ളൊരു ഭാവത്തില് ഇതൊക്കെ കണ്ടിട്ട് ഏസന്റെ ബ്രദർ അവളെ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവള് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവളുടെ സ്റ്റെപ്പ് ഫാദർ ഇപ്പോ വേറൊരു പെണ്ണിനെയും വിളിച്ചിട്ട് ആ ഒരു വീട്ടിലേക്ക് കയറി വന്ന കാര്യം അവള് അറിയുന്നത്. അവൾക്കിത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സ്റ്റെപ്പ് ഫാദറിന്റെ അടുത്ത് അവൾക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അന്ന് രാത്രി ഫുള്ള് കയറി വന്ന പെണ്ണ് ഇവളെ പറ്റി കുറ്റം പറയാണെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെയോ അന്നത്തെ രാത്രി അവള് കഴിച്ചു കൂട്ടുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവളുടെ സ്റ്റെപ്പ് മദർ ആയിട്ട് ഇപ്പൊ വന്നിരിക്കുന്ന ആ ഒരു പെണ്ണ് അവളുടെ അമ്മയുടെ ഫോട്ടോ ഒരു വീട്ടിൽ നിന്ന് എടുത്തതും അത് കണ്ട് ദേഷ്യം വന്നിട്ട് ഏസിനപ്പം അവളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും സഹിക്കാൻ പറ്റാതെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോവാണെന്നും ആ ക്യാബേജസ് ഒക്കെ വിറ്റ് കൃഷിയൊക്കെ നോക്കി കഴിഞ്ഞ് അവളെ മെയിൻലാൻഡിലേക്ക് അതായത് സിയോളിലേക്ക് വിടാമെന്ന് പ്രോമിസ് ചെയ്തിട്ടല്ലേ അവളുടെ സ്റ്റെപ്പ് ഫാദർ പോയി എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പോവാനും അവിടെ പഠിക്കാനായിട്ടുള്ള പണം ഇപ്പോൾ അവൾ സ്റ്റെപ്പ് ഫാദറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആ ഒരു ലേഡി വന്നിട്ട് ശരിക്കും അവൻ ഇപ്പൊ കടത്തിലാണെന്നും ഒട്ടും പോരാത്തതിന് അവളിപ്പോ പ്രഗ്നന്റ് ആണെന്നും പറയുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവളുടെ അമ്മ മരിക്കും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനിയൊരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവരുടെ സെർവന്റ് ആകുമെന്ന് മനസ്സിലാക്കിയിട്ട് അവളിപ്പോ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇനി അവൾക്ക് ആകെ കൂടിയുള്ള ഒരു അഭയം എന്ന് പറയുന്നത് ഇപ്പൊ അവളുടെ മുത്തശ്ശിയുടെയും അങ്കിളിന്റെയും വീടായതുകൊണ്ട് ഇപ്പൊ അവൾ നേരെ ചെന്ന് അങ്കിളിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നീ ഒരു പെൺകുട്ടിയാണെന്നും ഒരുപാട് പഠിച്ചിട്ടൊന്നും കാര്യമില്ലാത്തതുകൊണ്ട് ദൂരെയായിട്ട് ഒരു ഫാക്ടറി ഉണ്ടെന്നും അവിടെ പോയിട്ട് നീ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫുഡും അക്കോമഡേഷനും ഒക്കെ അവര് നോക്കിയിട്ട് ബാക്കി കിട്ടുന്ന സാലറി കൊണ്ട് നിനക്ക് ജീവിക്കാൻ പറ്റുമെന്നും അതിൽ പകുതി ഇങ്ങോട്ട് അയക്കാനും ഇപ്പൊ അങ്കിള് പറയുമ്പോൾ എപ്പോഴും പഠിച്ച് ഒരു പോയറ്റ് ആകണമെന്ന് തന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോണില്ലെന്നും ഇപ്പൊ അവൾ അങ്ങനെ ഒരു ഫാക്ടറിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും ഒരു സെർവന്റ് ആവേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് വിൽക്കാനായിട്ട് വേറൊരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവളിപ്പോ നേരെ ഗ്വൻസിക്കിന്റെ അടുത്ത് പോയിട്ട് കരഞ്ഞിട്ട് നിന്റെ വീട്ടില് എനിക്ക് താമസിക്കാനായിട്ട് ഒരു മുറി ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാത്രല്ല നിന്റെ മുത്തശ്ശി സമ്മതിച്ചില്ലെങ്കിലും എന്നെ നിനക്ക് നിന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റുമെന്ന് അവള് ചോദിക്കുമ്പോൾ അവളിൽ നിന്ന് പൊട്ടിക്കരയുന്നത് കണ്ടിട്ട് ഗ്വൻസിക്കിനും ആകെ വിഷമമാകുന്നുണ്ട്. എന്നിട്ട് നിർത്താതെ നീ എനിക്ക് എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് എനിക്കെല്ലാം തരാത്തത് എന്താ, എന്തുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ നടക്കുന്നതൊക്കെ പറഞ്ഞ് അവൾ ആകെ ബഹളം ഉണ്ടാക്കുമ്പോൾ അവളെ സമാധാനിപ്പിക്കാൻ പറ്റാണ്ട് ഇപ്പൊ
ആവാൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പോയം പാടുന്നുണ്ട്. മാത്രമല്ല ഗ്വൻസക്കിന്റെ വീട്ടിൽ പോയാലും ഒരു പക്ഷെ അവന്റെ വീട്ടിലുള്ള ആരും തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് തോന്നിയിട്ട് ഈസൻ ഇപ്പൊ ഗ്വൻസക്കിന്റെ അടുത്ത് നമുക്ക് ഒളിച്ചോടിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈസൻ ഇപ്പോ അവളുടെ 2 സിബ്ലിങ്സിനോടും പായൊക്കെ പറഞ്ഞ് അവിടേക്ക് വന്നു കയറിയിട്ടുണ്ടായിരുന്ന അവരുടെ സ്റ്റെപ്പ് മദറിന്റെ എല്ലാ ജ്വല്ലറീസും ഡ്രസ്സുകളും എന്തിന് ഈവൻ ചെരുപ്പ് പോലും മോഷ്ടിച്ചിട്ട് അവള് വേഗം തന്നെ ഗ്വൻസക്കിന്റെ ഒപ്പം ഒളിച്ചോടാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് എന്റെ വീട്ടിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള കുറച്ച് ഐറ്റംസും അതുപോലെ എന്റെ അമ്മയുടെ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയിരുന്ന ചെറിയൊരു തവളയുടെ രൂപവും വീട്ടിൽ നിന്ന് എടുത്തിട്ട് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും തന്നെ സെറ്റ് ചെയ്തിട്ട് ഒരു ജെജു ഐലൻഡിൽ നിന്ന് സിറ്റിയിലേക്ക് പോകാനായിട്ട് ഷിപ്പ് കയറുന്നുണ്ട്. പക്ഷെ അവരിപ്പോ ഓൾറെഡി മൈനേഴ്സ് ആയതുകൊണ്ടും പ്രായപൂർത്തിയാവാത്ത കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു സെയിലർ ഇവരെ കാണുമ്പോൾ അവരുടെ ID കാണിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങളുടെ ID ഇല്ലെന്ന് അവർ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും മൈനേഴ്സ് അല്ലേന്നും വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതല്ലേന്നും ഒരു സെയിലർ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഗ്വൻസക്ക് ഇത്തിരി പേടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രായപൂർത്തിയായവരാണെന്നും ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ആണെന്നും ഈസൻ വളരെ ധൈര്യത്തോടെ പറയുന്നുണ്ട്. അതേ സമയത്ത് ഈസൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് സത്യസന്ധനായിട്ടുള്ള ഗ്വൻസിക്ക് ആകെ ഞെട്ടിധരിച്ച് നിൽക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ബുസാനിൽ ഇറങ്ങിയിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറീസ് എല്ലാം ഒരു കടയിൽ ചെന്ന് പണയം വെക്കാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടയിലത്തെ ചേച്ചിക്ക് ഒരു മൈനേഴ്സ് ആണെന്നും വീട്ടിൽ നിന്ന് ഒളിച്ചോടിയപ്പോൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന ജ്വല്ലറീസ് ആണ് ഇതൊന്നും മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ഇവിടെ പണയം വെക്കാൻ പറ്റില്ലെന്ന് അവരോട് പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയോ ഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ഹോട്ടലിൽ കയറിയിട്ട് തങ്ങളുടെ ക്യാഷും ID കാർഡൊക്കെ അവർ മോഷ്ടിച്ചുകൊണ്ട് പോയി നമ്മളൊരു ഹസ്ബൻഡും വൈഫും ആണെന്നും പോകാനായിട്ട് വേറെ ഇടമൊന്നും ഇല്ലെന്ന് പറയുമ്പോഴും എന്തോ മനസാക്ഷിയോടെ ആ ഒരു ഹോട്ടലത്തെ ഓണേഴ്സ് അന്നത്തെ രാത്രി അവരോട് അവിടെ കഴിഞ്ഞോളാൻ പറഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാമെന്നും പിന്നീട് എപ്പോഴെങ്കിലും പേ ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ബുസാനിലുള്ള ആൾക്കാർ എത്രമാത്രം മനസാക്ഷിയുള്ള ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും റൂമിലേക്ക് കടക്കുന്നുണ്ട്. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്വൻസിക്ക് ബെഡ് എടുത്ത് അവളുടെ അടുത്ത് നിന്ന് ദൂരേക്ക് ഇടുമ്പോൾ നമ്മളിപ്പോ ഹസ്ബൻഡും വൈഫും ആണെന്നും അവരൊരിക്കലും ഇങ്ങനെ ദൂരെയല്ല മാറി കിടക്കാന്നും ഈസൻ അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മളെ കാണിക്കുന്നത് ഈസന്റെ സ്റ്റെപ്പ് മദറിനെയാണ്. തന്റെ ജ്വല്ലറീസ് ഒക്കെ ഈസൻ എടുത്തോണ്ട് പോയാലും ഇതിൽ പരാതിയൊന്നും ഇല്ലാണ്ട് ഈസന്റെ ആ ഒരു ലേഡി ചിരിച്ചോണ്ടിരിക്കുകയാണ്. മാത്രല്ല ഒരു സമയത്ത് ഗ്വൻസിക്കിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് രണ്ടുപേരും എങ്ങോട്ട് പോയതെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചിട്ട് അതിന്റെ അഡ്രസ് ഒക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് അവരും പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ നമ്മൾ വിചാരിച്ച പോലെ ഈസന്റെ സ്റ്റെപ്പ് മദർ അത്രയ്ക്കും പ്രശ്നക്കാരിയല്ലെന്നും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ഏസനെയും ഗ്വൻസിക്കിനെയും കാണിക്കുമ്പോൾ ഇപ്പോൾ ആ ഒരു ഹോട്ടലിലെ ലേഡി അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്തിട്ട് ഇതെല്ലാം കഴിച്ച് നന്നായി ഉറങ്ങിക്കോളാനും പാഷനേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് എൻജോയ് ചെയ്യാനും ആവശ്യപ്പെടുമ്പോൾ വീണ്ടും ഗ്വൻസിക്കിന്റെ മുഖത്ത് ആകെ ഒരു എംബറാസ്മെന്റും ടെൻഷനും ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് നേരം വെളുക്കുമ്പോൾ ഗ്വൻസിക്ക് എന്തോ ഒരു പേഴ്സ് ഈസൻ കാണാതെ ഒളിപ്പിച്ച് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്താകട്ടെ ഉറങ്ങിക്കൊണ്ടിരുന്ന ഈസൻ എഴുന്നേറ്റ് അവര് രണ്ടുപേരും കൂടി അശ്വലായിട്ട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തന്റെ ബാഗുകളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനങ്ങളും കാണാനില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരിപ്പോ ഒരു റൂം ഫുള്ള് സെർച്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ ഇവിടെ റൂമിലേക്ക് ഒരു ബില്ലും കൂടി എത്തുന്നുണ്ട്. തലേ ദിവസം ഇവിടെ ഫ്രീ ആയിട്ട് താമസിച്ചോളാനും ഫ്രീ ആയിട്ട് ഫുഡ് തരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ഇവർ ഓൾറെഡി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മിസ്സിംഗ് ആയി പോയിട്ടുള്ള തന്റെ ബാഗുകളുടെയും ഒരു ബില്ലിന്റെ കാര്യമൊക്കെ അവരിപ്പോ ഈ ഒരു ഹോട്ടലിന്റെ ഓണറിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അയാളാകട്ടെ തങ്ങൾക്കൊന്നും അറിയാത്ത പോലെ കൈമലത്തുന്നുണ്ട്. ഇതേ സമയത്ത് അയാളുടെ ഭാര്യയായിട്ടുള്ള ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടുള്ള ആ ഒരു ലേഡിയും ഇപ്പൊ വന്നിട്ട് നിങ്ങൾ ഇന്നലെ വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബാഗുകളൊന്നും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പേ ചെയ്യാതിരിക്കാനായിട്ട് മനഃപൂർവ്വം നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ കാരണങ്ങളല്ലേ ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെങ്കിലും ഞങ്ങളുടെ പേയ്മെന്റ് തന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഏസന്റെ ദേഷ്യം വന്നിട്ട് ഞങ്ങൾ അങ്ങനെ പോവില്ലെന്നും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ നിങ്ങൾ കണ്ടതാണെന്നും ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് അങ്ങനെ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ നിങ്ങളും അതിന് റെസ്പോൺസിബിൾ ആയിട്ട് വരില്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ പോലീസിനെ വിളിച്ച് നിങ്ങൾ ജെജു ഐലൻഡിൽ നിന്ന് ഓടി വന്നവരാണെന്ന് പോലീസിന്റെ അടുത്ത് പറയണോ എന്ന് ചോദിച്ച് അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത് കേട്ട് ഗ്വൻസിക്ക് ആകട്ടെ ഞങ്ങൾ എങ്ങനെ ജെജു ഐലൻഡിൽ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഞങ്ങളുടെ ആ ഒരു സ്യൂട്ട് കേസിലുണ്ടായിരുന്ന ബോട്ടിന്റെ ടിക്കറ്റുകൾ എന്നിട്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയതെന്നും നിങ്ങൾ തന്നെയാണ് ഒരു ബാഗുകൾ എടുത്തതെന്നും അവനിപ്പോ പറയുന്നുണ്ട്. കൂടാതെ അവർ ഉപയോഗിച്ചിരുന്ന ടവലുകളും അവിടെ തൂക്കിയിട്ടിരിക്കുന്നത് അവര് കാണുന്നുണ്ട്. ഇനി ഇതെല്ലാം കേട്ടിട്ട് പിള്ളേർക്കെല്ലാം മനസ്സിലായി എന്നുള്ള ഭാവത്തില് ശരിയാണ് ഞങ്ങളാണ് അത് എടുത്തതെന്നും പക്ഷെ ഞങ്ങളാണ് അത് എടുത്തത് എന്ന് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ നടന്നതൊന്നും ഉണ്ടായിട്ടില്ലാത്ത പോലെ ഞാൻ അങ്ങ് വിചാരിച്ചോളാനും പൈസ ഒന്നും തന്നില്ലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാനും ഇപ്പോ ആ ഒരു ലേഡി ആവശ്യപ്പെടുമ്പോൾ വേറൊരു നിവർത്തിയില്ലാതെ അതിൽ മാറാനായിട്ട് ഡ്രസ്സോ പൈസയോ ഇല്ലാതെ അവരങ്ങനെ തെരുവിലിരിക്കുന്ന സമയത്ത് അവരിപ്പൊ നമ്മളോട് ചെയ്തതിന് എങ്ങനെയെങ്കിലും അവരുടെ അടുത്ത് റിവെഞ്ച് ചെയ്യണമെന്ന് ഏസൻ വൺസിക്കിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയം തന്നെ അവിടേക്ക് പുതിയ ഒരു താമസക്കാരി വരുന്നത് ഇവര് കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചേച്ചിയാകട്ടെ ഇപ്പൊ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്ത് റൂമിലേക്കൊക്കെ കയറുമ്പോൾ അവർക്കും ഈ ഒരു ഹോട്ടൽ ഓണേഴ്സ് ഫ്രീ ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ കൊടുത്ത് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇവർ ഉറങ്ങിക്കഴിഞ്ഞാലാണ് ഹോട്ടൽ ഓണേഴ്സ് മോഷണം നടത്താന്ന് മനസ്സിലാക്കിയിട്ട് ഏസനും ഗ്വൻസിക്കും കൂടി ആ ഒരു ലേഡിയെ പോയിട്ട് കണ്ടിട്ട് സത്യങ്ങളെല്ലാം ആ ഒരു ലേഡിയുടെ അടുത്ത് പറഞ്ഞിട്ട് എന്ത് വന്നാലും നിങ്ങൾ ഇന്ന് ലൈറ്റ് ഓഫ് ചെയ്യരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്ലാൻ പോലെ തന്നെ പാതിരാത്രിയായിട്ടും ആ ഒരു ലൈറ്റ് ഓഫ് ആവാത്തോണ്ട് ഒരു പെണ്ണ് എണീറ്റിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ രാത്രി അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ ഓണേഴ്സ് ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും ഇപ്പോ
കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ അവർ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഗ്വൻസിക്കും ഏസനും കൂടിയിട്ട് അവരുടെ റൂമിലേക്ക് കയറിയിട്ട് തങ്ങളുടെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവിടെ കിച്ചണിലുണ്ടായിരുന്ന ഇത്തിരി ഫുഡും അവരിപ്പോൾ എടുത്ത് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ തന്നെ മോഷ്ടിക്കണല്ലോ എന്നാലോചിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കലെ തന്നെ ഗ്വൻസിക്കിന്റെ കൈ പോലും വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അവനെ സമാധാനപ്പെടുത്തി അവർ രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു റൂമിലേക്ക് കയറിയിട്ട് തങ്ങളുടെ സാധനങ്ങൾ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പൈസയൊക്കെ എടുത്തു വെക്കുന്ന ഒരു പെട്ടിയും ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഹോട്ടൽ ഓണേഴ്സിന്റെ കുട്ടിയുടെ തലയിൽ ഗ്വൻസിക്ക് പണ്ട് അവൾക്ക് കൊടുത്ത ആ ഒരു ഹെയർ ബാൻഡ് ഉള്ളതായിട്ട് ഇപ്പൊ ഏസൻ കാണുന്നത്. അങ്ങനെ അതിവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഏസൻ ഇപ്പൊ അത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ അതവിടെ ഇരുന്നോട്ടേന്നും ഞാൻ നിനക്ക് വേറെ മേടിച്ചു തരാമെന്നും ഗ്വൻസിക്ക് പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാണ്ട് ഏസൻ ആ ഒരു ക്ലിപ്പ് ഊറുന്ന ടൈമിൽ തന്നെ ആ ഒരു കുട്ടി എഴുന്നേറ്റ് ബഹളം വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന്റെ ഇടയിൽ ഒരു ഹോട്ടൽ ഓണേഴ്സ് ഇവർ ഫോളോ ചെയ്ത് തങ്ങളുടെ ജ്വല്ലറി ബോക്സും തിരിച്ചു തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് ഏസൻ ഒന്ന് വീണ് പോകുമ്പോൾ ആ ലേഡി ആകട്ടെ ഓടി തന്നെ അവളെ വന്ന് പിടിച്ച് അവൾ അവരുടെ കയ്യിൽ പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ അവർ ഗ്വൻസിക്കിന്റെ അടുത്ത് നിന്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ക്യാഷ് വെച്ചിരിക്കുന്ന ബോക്സ് ഞങ്ങൾക്ക് തിരിച്ചു തരാനും അല്ലെങ്കിൽ ഞങ്ങൾ ഏസനെ കൊല്ലൂന്നും പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഏസനെ കുത്തിപ്പിടിച്ച് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഗ്വൻസിക്ക് ആദ്യം ഒന്ന് ഷോക്ക്ഡ് ആയിട്ട് നിന്നെങ്കിലും പിന്നീട് അവന്റെ കയ്യിലിരുന്ന ആ ഒരു ജ്വല്ലറി ബോക്സ് താഴെ ഇട്ടിട്ട് നേരെ തന്നെ ആ ഒരു ഹോട്ടൽ ഓണറിന്റെ മേത്തേക്ക് ഓടി വന്നിട്ട് അവനെ ചാടി ഒരു ചവിട്ട് കൊടുക്കുന്ന ഒരു സീനും കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റുകൾ വഴി ഞങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ ഇനി ഇവർക്കിടയിൽ എന്തൊക്കെയാണ് സംഭവിക്കാവുന്നത് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.